ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. തമിഴ്നാട് വില്ലേജ് സ്റ്റൈലായിട്ട് വാഴയ്ക്ക മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. ഞാനപ്പോൾ ഒരു വീഡിയോ റെഫർ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ 2 വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി, ഏറ്റവും മുകളിലത്തെ കട്ടിയുള്ള തൊലി ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞ ശേഷം ഞാനിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നല്ല വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വാഴയ്ക്ക ഇതുപോലെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തിളയ്ക്കാനായിട്ട് അനുവദിക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ബോയിലായിട്ടുണ്ട്. ബോയിലായി കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് ബോയിൽ ചെയ്താലൊക്കെ മതിയാവും. നന്നായിട്ട് തന്നെ വേവും. വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ വാഴയ്ക്കയുടെയൊക്കെ സ്ട്രക്ചറൊക്കെ കുറച്ച് മാറിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് തിളച്ചപ്പോഴേക്കും നല്ല ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് ഇതേപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി കോരി മാറ്റാം. ഈ രീതിയിലാണ് കേട്ടോ അവരുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാനിപ്പോൾ തന്നെ പറയുന്നുണ്ട്. സോ ഞാനിതൊക്കെ മാറ്റുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, അതാ നമ്മുടെ കറയാണ് കേട്ടോ വാഴയ്ക്കയുടെ. ആദ്യം ഇതേപോലെ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചു. കറി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് ചേർത്ത് കൊടുത്തു. എരിവിന് വേണ്ടി പച്ചമുളകാണ് യൂസ് ചെയ്യണേ. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒത്തിരി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ആ ഒരു സ്മെല്ലൊക്കെ വന്ന് റെഡിയായാൽ മതി. അതിലേക്ക് നീളത്തിലരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ചെറുതായിട്ട് അല്ലേ അരിയാറ്, പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, നീളത്തിലാണ് അരിയേണ്ടത്. നന്നായിട്ടൊന്ന് വഴറ്റുക. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടങ്ങ് വഴഞ്ഞ് വന്നോളും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നെ ഇതിലേക്ക് പൊടിയായിട്ട് ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഞാൻ ഒരല്പം കൂടുതൽ ചേർത്തു, നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കണം. തേങ്ങയും ഒരല്പം കൂടുതൽ നമ്മൾ ചേർക്കുന്നുണ്ട്, കാരണം ഈ രീതിയിലാണ് അവരുണ്ടാക്കാറുള്ളത്. സോ അതേ രീതിയിൽ തന്നെ നമുക്കും ട്രൈ ചെയ്ത് നോക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തു. പച്ചമണമൊക്കെ മാറിയപ്പോൾ നമ്മുടെ കായ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരല്പം മാത്രം 2 ഡ്രോപ്സ് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഫ്ലേവറും കിട്ടും. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴണ്ട് കിട്ടുകയും ചെയ്യും. ഒരു 2 മിനിറ്റ്സ് ഇളക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ. നമ്മുടെ കേരള സ്റ്റൈൽ കുക്കിങ്ങിനേക്കാളും വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ആ മഞ്ഞൾപ്പൊടി നമ്മൾ കട്ട് ചെയ്ത് വേവിക്കുന്ന സമയത്തും കൂടി ഒന്ന് ഇടുവാണെങ്കിൽ നല്ല കളറ് കിട്ടും ആ ഒരു കായ്ക്ക്. അപ്പം ഞാനിത് ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. നിങ്ങളും തീർച്ചയായിട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട. നാളെ കാണാം. ബൈ.